അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണ്ണ മികവ് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വളരെയധികം ജനപ്രീതി ആർജിച്ച ദൃശ്യശ്രാവ്യ കലയാണ് നാടകം. പൊതുവെ നാടകങ്ങൾ കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ പാലസ്തീൻ ജനതയുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ കഥ നാടകത്തിലൂടെ പറയാനൊരുങ്ങുകയാണ് ഇടക്കൊച്ചി ചിന്ത ആർട്സ് ക്ലബ്. മണിയൻ ആറന്മുള രചനയും സംവിധാനവും നിർവഹിക്കുന്ന മുനമ്പ് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ആരംഭിച്ചു. ഉദ്ഘാടനം മുൻ MLA ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. പാലസ്തീൻ ജനതയുടെ ഐതിഹാസിക പോരാട്ടങ്ങളുടെ കഥ പറയുന്ന മുനമ്പ് നാടകത്തിന്റെ റിഹേഴ്സലിനാണ് തുടക്കമായത്. ഇടക്കൊച്ചി ചിന്ത ആർട്സ് അവതരിപ്പിക്കുന്ന മണിയൻ ആറന്മുള രചനയും സംവിധാനവും നിർവഹിക്കുന്ന നാടകത്തിന്റെ ഉദ്ഘാടനം മുൻ MLA ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. ഡിസംബർ മാസം 6-ാം തീയതി അതിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അന്ന് ചിന്താക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നത് ബഹുമാനപ്പെട്ട അന്നത്തെ ഇന്നത്തെ ഇടക്കൊച്ചിയിലെ നേതാവായിരുന്ന EK നാരായണൻ. അത് സ്വാഗതം ആശംസിച്ചത് ചിന്താക്സിന്റെ രൂപീകരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ച ഓഫീസറാണ്. ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മേയറായിരുന്ന K ബാലചന്ദ്രൻ. ആ ചടങ്ങിൽ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന BB ചെറിയ പങ്കെടുത്തു. പിന്നെ ആശംസ അർപ്പിച്ച് പ്രസംഗിച്ച 3 പേരുണ്ട്. അതിൽ ഒരാളിക്കൊണ്ട് ഇരിപ്പുണ്ട്. അത് നമ്മുടെ KV സത്യൻ ചേട്ടനാണ്. മറ്റൊരാൾ മരിച്ചുപോയ ജോസി പെരേരയാണ്. മറ്റൊരാൾ കൊടുങ്ങല്ലൂർ ജീവിച്ചിരിക്കുന്ന PSS കേരളാണ്. ആ ചടങ്ങിന് നന്ദി പറഞ്ഞത് ഞാനാണ്. അന്നാണ് ചിന്ത ആർട്സ് ആദ്യമായി നാടകം അവതരിപ്പിച്ചത്. നാടകം അന്ന് തകർന്ന് തരിപ്പണമായെന്നുള്ള വേറെ കാര്യം. പക്ഷേ എഡ്യൂബായറുടെ സംവിധാനത്തിൽ PSS കൈമരുടെ പ്രജ്ഞ എന്ന നാടകം അന്ന് അവതരിപ്പിച്ചു. ലോകത്തിന്റെ കണ്ണീർ വരച്ചുകാട്ടി കോർത്തിണക്കിയൊരു നാടകം. ഗാസയ്ക്ക് വേണ്ടി പോരാടാനിറങ്ങിയ രക്തസാക്ഷിത്വം വരിച്ച അമേരിക്കക്കാരിയുടെ കഥ എന്നിങ്ങനെയുള്ള നിരവധി പോരാട്ടങ്ങളുടെ കഥ പറയുന്ന നാടകവും സിനിമകളും നിലവിലുണ്ട്. AP ലെനിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത നാടക സിനിമാ നടൻ ഹസനാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. OP സുരേഷ്, AD പുരം ബാബു എന്നിവർ സംസാരിച്ചു. ഇവിടെ എന്നെ വിളിച്ചു, നാടകം വായിക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് നാടകം വായിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു നാടകം. അവരെന്നെ പറഞ്ഞു അത് സംവിധാനം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ സംവിധാനം ചെയ്യാമെന്നേറ്റു. ആ നാടകം ഈ പറഞ്ഞ പോലെ ഫലസ്തീനിലെ ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. ലോകത്തിന്റെ കണ്ണീരാണ് അതിനേറ്റവും വലിയ കണ്ണീരാണ് റേച്ചൽ അലീൻ കോറി എന്ന് പറയുന്ന അമേരിക്കക്കാരി അവിടെ രക്തസാക്ഷിയായതല്ല, കഥയല്ല, നടന്ന സംഭവമാണ്. അവര് ഗാസയ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും ഗാസയിലെത്തി. ഇസ്രായേലിന്റെ അതിരൂക്ഷവും ക്രൂരവുമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ഒടുവിൽ ബുൾഡോസർ കയറ്റി അവരെ കൊല്ലുകയും ചെയ്ത ഒരു കഥാപാത്രമാണ് റേച്ചൽ. അവരെ കുറിച്ചിട്ട് 6ഓളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 8ഓ 10ഓളം ഇന്റർനാഷണൽ ഫെയിമിലുള്ള നാടകം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടർ അല്ല അവർ. പെരുന്തച്ചിനെ തുടർന്ന് അത്ഭുതാംഗണം, അതേപോലെ ഏപ്രിൽ മാസത്തിലെ വെയിൽ നാളങ്ങള്, നക്ഷത്രങ്ങളുടെ പകലുറക്കം, അതുപോലെ തന്നെ ഉള്ള ഏകാംഗ നാടകങ്ങളും കണ്ണീർ കണ്ണീർ, AD 1857, കൊഴുത്ത കാളക്കുട്ടി, ലോറ ജോസഫ് ബെഞ്ചമിൻ, ഏറ്റവും അവസാനമായി ഒരു പ്രൊഫഷണൽ നാടകമായ കടൽ കരയോട് പറഞ്ഞത് വരെ ചിന്താർട്സ് അവതരിപ്പിച്ച നാടകങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.